welcome. This is Outimo Isis. അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കേ നിങ്ങള്. ഇത് കണ്ടോ, ഈ തോട്ടം കിടക്കുന്ന ആളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇത് കണ്ടാ നിങ്ങള്, ആപ്പിള് നല്ല കൊല്ല കുത്തിയാണ് നിൽക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക്, അയ്യോ തണുത്ത് വിറച്ച എപ്പിസോഡിലേക്ക്. അതെ ഗൈസ്, മീനു എഴുന്നേറ്റാ? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ടിപ്പി ടെന്റിലെ ഉറക്കം? തണുപ്പോ? തണുപ്പുണ്ടായിരുന്നല്ലേ? ഇതിൽ കൂടെ ഉണ്ടല്ലോ രാത്രി നല്ല തണുപ്പാ കയറിയത്, വിചാരിച്ച പോലെയല്ല. ഇത് കണ്ടോ, ഈ സാധനമൊക്കെ വിട്ടുപോയി. ഞങ്ങൾ പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല, ഒത്തിരി കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ കുറുക്കനാണോ പട്ടിയാണോ എന്താണെന്ന് അറിയത്തില്ല, എന്തോ ഒരു സാധനം. എന്താടി? അതെ, കുറുക്കനാണെന്നൊന്നും അറിയത്തില്ല, എന്തോ ഒരു സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൂവെന്നൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല, ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല. എന്തായാലും മാമിക്കുട്ടി നല്ല ഉറക്കോട്ടാ. മാമിക്കുട്ടി സൂപ്പറായിട്ട് ഉറങ്ങി, നല്ല തണുപ്പുണ്ട് മാമിക്കുട്ടിക്ക്. തണുത്ത് അങ്ങനെ തണുപ്പൊന്നുമില്ല ഉദ്ദേശിച്ചത്, അവൾക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ അവള് ഞങ്ങളുടെ ഇടയ്ക്ക് കിടക്കുന്നതുകൊണ്ട് ഒക്കെയാണ്. തണുപ്പ് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ രാവിലെ ഒരു 6 ഡിഗ്രി 7 ഡിഗ്രി അത്രയ്ക്ക് സംഭവമുള്ളൂ. അപ്പം അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. തണുത്ത് വിറച്ചാണ് ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് പുറത്തേക്ക് പോകാം. എഴുന്നേക്കട്ടെ കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാ പരിപാടിയും ചെയ്തോട്ടോ. നല്ല കിഡിലും ക്യാമ്പിംഗ് എപ്പിസോഡൊക്കെ ആയിട്ട് നമുക്ക് നിങ്ങൾക്ക് വേണ്ടി വരുന്നതാണ്. അപ്പോൾ ഞങ്ങളൊന്ന് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇതിൽ നിന്ന് നടന്ന് പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നു. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. നാളെ നമുക്ക് ഡ്യൂട്ടി ഉണ്ട് വീണ്ടും. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് പറ്റേ. മീനും വാമി മീനിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ട്. കുറച്ച് നേരം കൂടി കിടന്നിട്ടോടി. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ക്ലൈമറ്റ്, അല്ലെങ്കിൽ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന, ടെമ്പറേച്ചറെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ഫ്ലാപ്പ് ഹോള്. പിന്നെ ഇന്നലെ കാണാത്തവർക്ക് വേണ്ടി കേട്ടോ. പിന്നെ ഇതിലാണ് നമ്മൾ ഫയർ ഇട്ടത്, അതായിരുന്നു ഫയർ പിറ്റ്. അപ്പം ഇതേപോലെ നമുക്ക് അടച്ചിടാൻ പറ്റുമായിരുന്നു. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പം കണ്ടോ, ഇതേപോലെയാണ് നമ്മുടെ ഡോറ് വരുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഓപ്പൺ ചെയ്ത് ഇറങ്ങാം, പുറത്തേക്ക് ഇറങ്ങാവേ. ഇനി ഇതാട്ടോ നമ്മുടെ മെയിൻ ഡോറ് അല്ലെങ്കിൽ എൻട്രൻസ് എന്നൊക്കെ പറയാവുന്ന സാധനം. അപ്പം ഇതിങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ, അവരകത്തല്ലേ, അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഉദിച്ചു, ക്ലൗഡിയാണ് ഇന്നത്തെ ക്ലൈമറ്റ്. അപ്പോൾ നമ്മളത് ഇതിലാണ് കിടന്നത്. ഇന്നലെ ഭയങ്കര ഒരു അനുഭവം കേട്ടോ. ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അനുഭവമാണ് ഈ ടിപ്പി ടെൻറ്റിലെ ഒരു രാത്രി. ഞാനൊന്ന് ബാത്റൂമിലൊക്കെ പോയി ഫ്രഷ് ആകാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് കാട്. ഞാൻ പറഞ്ഞില്ലേ, കുറുക്കൻ്റെ എന്തോ സാധനത്തിൻ്റെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. കുറുക്കൻ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കൂവുന്ന ആ ശബ്ദമായിരുന്നു ഈ കാട്ടിൽ നിന്ന് വന്നിരുന്നത്. ഇവിടെ ശരിക്കും ഒരു ചെറിയ കമ്പി വേലി വെച്ചിട്ടുണ്ട്, പക്ഷേ ഇത് കാടാണ്. കാടിൻ്റെ ഉള്ളിലാണ് നമ്മൾ കിടന്നത്. അതായത് നമ്മുടെ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലേ ഹോട്ട് ടബ് ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ വിടുവാണെങ്കിൽ തന്നെ 1.5 മണിക്കൂർ പിടിക്കും അത് കത്തി ചൂടാകാൻ വേണ്ടി. അപ്പോൾ നമ്മളത് ഇടുന്നതിൽ വലിയ മീനിങ് ഇല്ല ഇപ്പം. അപ്പം അതൊരു പിന്നെ ദിവസം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഇതൊക്കെ വണ്ടിയുടെ കോലം നോക്കിയാൽ നിങ്ങൾ ഇന്നലെ വണ്ടി വന്ന വഴികളെല്ലാം നിങ്ങൾ കണ്ടതല്ലേ, ഓഫ് റോഡായിരുന്നു വന്നിരുന്നത്. അപ്പം നമുക്ക് ബാത്റൂമിലേക്ക് പോകാം കേട്ടോ. നമ്മളിത് ബാത്റൂമിലേക്ക് പോകണം. ഇന്ന് ഇപ്പുറത്തെ ടിപ്പി ടെൻറ്റിൽ ഇന്നൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു, ഏതോ കമ്പനിക്കാരുടെ. അപ്പം ആ മീറ്റിങ്ങിലാണ്. പിന്നെ അപ്പുറത്ത് കിടക്കുന്ന ടെൻറ്റിലാണ് നമ്മുടെ ഫ്രീസറൊക്കെ. ഇവിടെ സിങ്കും സാധനങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അകലെ വരണം നമുക്ക് വാട്ടറൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ. എന്തിട്ടല്ലേ ലൊക്കേഷൻ, ഈ ഭയങ്കര സെറ്റപ്പ് സാധനം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതാണ് ടോയ്ലറ്റ്. അപ്പോൾ ഈ ടോയ്ലറ്റിൽ നമുക്ക് ഹോട്ട് വാട്ടർ കിട്ടും കേട്ടോ. ഹോട്ട് വാട്ടറിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇവിടെ ഗ്യാസ് ഗീസറാണ് യൂസ് ചെയ്യുന്നത്. നമ്മളവിടെ ഓണാക്കുമ്പം ഇത് തന്നെ കത്തുക ചെയ്യുന്നത്. അപ്പം ഇവിടെ ഒരു ടാപ്പ് ഇട്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഹോട്ട് വാട്ടറില്ലേ, ആ ഹോട്ട് വാട്ടർ ടബ് ഭയങ്കര ഹോട്ടായി കഴിയുമ്പം ഇവിടുത്തെ പൈപ്പിൽ നിന്ന് നമുക്ക് കോൾഡ് വാട്ടർ ആഡ് ചെയ്യാം.
എങ്ങനെയുണ്ട്? ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ? ഞങ്ങൾക്ക് ഭയങ്കര വണ്ടറായിട്ടിരിക്കും കേട്ടോ. ഇത് കണ്ടോ, നേച്ചറിനോട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇപ്പം സൗത്ത് ആഫ്രിക്കയിലെ സൗത്ത് ആഫ്രിക്ക എടുക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനത്തെ ടൂറിസ്റ്റ് ലൊക്കേഷനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ അക്കോമഡേഷനോ ഇതെല്ലാം ഇവർ നേച്ചറിനോട് ഭയങ്കരമായിട്ട് ചേർന്നിരിക്കുന്ന രീതിയിലാണ്. ഈവൻ ഈ ഹാൻഡിൽ തന്നെ നിങ്ങൾ നോക്കിക്കേ, ഇത് കണ്ടോ ഒരു മരക്കഷ്ണമാണ് വെച്ചേക്കുന്നത്. എല്ലാ കാര്യങ്ങളും അതെ കേട്ടോ. ഈ ചുമരുണ്ടാക്കിയേക്കുന്നുണ്ടോ, ഇത് കണ്ടോ, ഇത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ്. പിന്നെ ഒരു കഷ്ണം കുറച്ച് മരങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ ഡോർ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതേപോലെ ഫുള്ള് നേച്ചറിന് കാണുന്നത്. ഇവിടെ അറ്റ്ലീസ്റ്റ് ഇതേപോലെ ഒരു ഷീറ്റെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റെങ്കിലും ഉണ്ട്. ചില സ്ഥലങ്ങളിൽ അതുപോലും ഉണ്ടാവില്ല, ഇങ്ങനെ ഓപ്പണായിട്ട് തന്നെ വെച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ കഴിച്ചത് ഞാനൊന്ന് കുളിച്ച് റെഡി ആകട്ടെ, ഇതായി പല്ലൊക്കെ തേക്കട്ടെ. ഞങ്ങളുടെ ടോയ്ലറ്റ് ഡ്രസ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രഷ് ആകട്ടെ കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് നടക്കണ്ടേ, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് അറിയണ്ടേ. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടാ, കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് ഇറങ്ങി. അപ്പോൾ ഇനി നമുക്കിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിയൊക്കെ കറങ്ങാം. അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം. മാമി എഴുന്നേൽക്കുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് റെഡിയാക്കാം. എന്നിട്ട് മാമീനെയൊക്കെ ഒന്ന് കൊണ്ടുപോയി ഇതിലേക്ക് ഒന്ന് കൊണ്ടുപോയി ആ പ്ലേ ഏരിയയൊക്കെ ഒന്ന് കാണിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കാണാമല്ലോ. ഇത് കണ്ടോ, ഇത് നിൽക്കുന്നത് മൊത്തം ഈ പൈൻ കാടിൻ്റെ ഇടയ്ക്കാട്ടോ. ഇത് പൈൻ മരങ്ങളാണ്, മൊത്തം പൈൻ മരങ്ങളാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പൈൻ മരത്തിൽ നിന്ന് വരുന്ന ആ സാധനമില്ലേ, അത് വെച്ചിട്ടാണ് ഇവർ ഫയറൊക്കെ ഉണ്ടാക്കുന്നത്. ഇവിടെ കുറേ വിറകുകൾ കിടക്കുന്നുണ്ട്. ഇവിടുത്തെ ആൾ പറഞ്ഞിരുന്നു ഇപ്പുറത്ത് കുമിഞ്ഞ് കൂടി വിറക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വിറകൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഫയർ ഇടാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നേ. ഇതേ ആ കാണുന്നില്ലേ, അത് എല്ലാം വിറകാണ്. അപ്പോൾ അതെല്ലാം ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. പയ്യെ അകത്തേക്ക് കയറാം. എന്നിട്ട് മാമി എഴുന്നേറ്റോ ഇല്ല നോക്കാം. മാമി എഴുന്നേറ്റോ? ഹായ്, ഗുഡ് മോർണിംഗ് മാമി. കം കം. ഗുഡ് മോർണിംഗ് മാമി. ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. എടി മാമി എഴുന്നേറ്റല്ലോ, അടിപൊളി. അപ്പോൾ മാമിക്കുട്ടിയും ദേ എഴുന്നേറ്റു. ദേ ഇതെന്താണ് സംഭവം? ഇന്നലത്തെ രാത്രിത്തെ കാര്യങ്ങളൊക്കെ മറന്നു പോയാ? മാമി അച്ഛൻ ഇതൊന്ന് കെട്ടട്ടെ കേട്ടോ, ഇതൊന്ന് കെട്ടട്ടെ. മാമിക്കുട്ടി നമ്മളെവിടെയാ? വാ, കം. ഓക്കെ ഓക്കെ, വാവ്, വെരി നൈസ്. അപ്പോൾ ബാർബിക്യൂ ഒക്കെ ഇടേണ്ടവർക്കാണെങ്കിലേ വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വന്ന് ബാർബിക്യൂ ഇടാം. അപ്പം ഇവർ ഗ്രില്ലെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഈ സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ബാർബിക്യൂ ഇട്ടിട്ട് ഇവിടെ സൈഡിലൊക്കെ വന്നിരിക്കുകയും ചെയ്യാം. ഇവിടെ അതായത് ബാർബിക്യൂൻ്റെ സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഇവിടെ ചെയറെല്ലാം ഇട്ടിട്ടുണ്ട്, ഇവിടെ വന്ന് ഇരിക്കാം. വെയിലുള്ള ദിവസമാണെങ്കിൽ ഇവിടെ ഷെയ്ഡ് വെച്ചിട്ട്, വെയിലൊന്നും ഇല്ല ഇവിടെ, വെയിലൊന്നും വരത്തില്ല. ഇത്രയും കാടായിട്ട് നിൽക്കുമ്പോൾ എങ്ങനെ വെയിൽ വരാനല്ലേ. പിന്നെ ഇവിടെ മൊത്തം ഒരു ക്ലൗഡി ക്ലൈമറ്റ് ആട്ടോ, ഭയങ്കര തണുപ്പും നല്ല രസമുണ്ട്. പിന്നെ അത് ഇവിടെ ഒരു ചെറിയൊരു ഊഞ്ഞാൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഊഞ്ഞാലയിൽ കയറാം. ബാ മാമി, ഊഞ്ഞാലയിൽ കയറാം. കണ്ടോ? അപ്പം റിലാക്സ് ചെയ്യേണ്ടവർക്കാണെങ്കിൽ ഇവിടെ റിലാക്സ് ചെയ്തിരിക്കുകയും ചെയ്യാം. നമ്മളെ സ്വിമ്മിംഗ് പൂൾ ഇത് കണ്ടോ, സ്വിമ്മിംഗ് പൂൾ നോക്കിക്കേ, നല്ല ക്ലിയർ വാട്ടർ. പക്ഷെ ഭയങ്കര തണുപ്പായിരിക്കും ഇതിന്, ഭയങ്കര തണുപ്പാട്ടോ ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്നതുകൊണ്ട്. പിന്നെ അത് ഇവിടെ ഒരു ഊഞ്ഞാലയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. യൂസ് പ്ലേ ഏരിയ അറ്റ് ഓൺ റിസ്ക് എന്നും പറഞ്ഞ് എഴുതിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇങ്ങനത്തെ കാടാണ്. മാമിക്ക് ഊഞ്ഞാല കണ്ടു കഴിഞ്ഞപ്പോഴേ മാമിക്കുട്ടിക്ക് ഊഞ്ഞാലയിൽ കയറാൻ വേണ്ടി, അതേ കണ്ടോ, മാമിക്കുട്ടി ഊഞ്ഞാലയിൽ കയറാൻ വേണ്ടി വന്നു. പക്ഷേ ഈ ഊഞ്ഞാല മറ്റേ ടയർ കൊണ്ടല്ലാത്തതുകൊണ്ട് പിടിച്ചിരിക്കേണ്ട ഒരു ഉള്ളിൽ നോക്കട്ടെ ഒന്ന്. മാമിക്കുട്ടീനെ കുറച്ച് നേരം ഊഞ്ഞാലയിൽ ഇട്ടിതാട്ടോ. അതൊക്കെ ഇത് കണ്ടോ, അയ്യോ പിടിക്കാതെ ഇരിക്കുന്നത് റിസ്ക്കാണ്, എന്നാലും കുഴപ്പമില്ല. മാമിക്കുട്ടി പിടിച്ചൊക്കെ ഇരിക്കുന്നത്, കെയർഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. കണ്ടോ മാമിക്കുട്ടി, യു ലൈക്ക് ഇറ്റ്? യു ലൈക്ക് ഇറ്റ്? മാമിക്കുട്ടിയുടെ ചിരിയുണ്ടോ? മാമിക്കുട്ടി എഴുന്നേറ്റ് വന്നതേ ഇങ്ങോട്ടാട്ടോ. എങ്ങനെയുണ്ട്? നല്ല സെറ്റപ്പാട്ടോ. വീക്കെൻഡിലൊക്കെ പിള്ളേരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാം. ബാച്ചിലർ ആണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് പോവാം. ബാർബിക്യൂ ഒക്കെ ഇട്ട് നല്ല പാർട്ടി വൈബിൽ പാർട്ടിയായിട്ട് നിൽക്കാം. അധികം ശബ്ദം ഉണ്ടാക്കിയാലും പുറത്തേക്കൊന്നും പോകത്തില്ല, അങ്ങനത്തെ ഒരു സെറ്റപ്പ് സ്ഥലം. അപ്പോൾ നമ്മൾ ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നില്ലേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാറ്റീസ് എല്ലാം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു, ഫ്രീസറിൽ രാത്രിയായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ നമുക്കത് എടുക്കാൻ പോവാവേ. അപ്പം അത് വെച്ചിരുന്ന ടെൻറ്റും കാര്യങ്ങളെല്ലാം ഞാൻ ഇന്നലെ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ അതേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സാധനങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്, നമ്മൾ വെച്ച പോലെ തന്നെ ഇരിപ്പുണ്ട്. നന്നായിട്ട് ഫ്രോസൺ ആയിട്ടുണ്ട് സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് ഇത് കണ്ട കാലിയായി. അപ്പം ഇത് കണ്ടോ, ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നൈബർ ഇതുണ്ടല്ലേ, അവിടെ എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു, അവരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, മീറ്റിങ്ങിൻ്റെ ആൾക്കാരെല്ലാം. ഇത് നന്നായിട്ട് അടങ്ങിയിട്ടില്ല.
ഒന്ന് അടയ്ക്കാം. സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് ഇറങ്ങുവാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ പുറത്തിറങ്ങുമ്പോൾ. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. നമുക്ക് ആദ്യം തന്നെ ചായ വയ്ക്കാം കേട്ടോ. അതായത് നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. മീനു കുളിച്ച് റെഡിയായി വന്നു. ഞങ്ങളെല്ലാവരും കുളിച്ച് റെഡിയായി. അപ്പം ദേ ഇത് കണ്ടോ പാലൊഴിച്ചു. പാല് ഞങ്ങൾ മറ്റേ ലോങ് ലൈഫിൻ്റെ മിൽക്ക് കൊണ്ടുവന്നിരുന്നു. ഇതായിരുന്നു കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഫ്രീസൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പാലൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഈ വ്യൂ കണ്ട് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിരിക്കട്ടെ. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നമുക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കാം. ചായ ആയാലോടി മീനു? ചായയാണോ കാപ്പിയാണോ? ചായ അല്ലേ? അത് നമ്മൾ ചായ മതി ഓക്കെ. ഓ ഇതിനുള്ളല്ലേ? നമുക്ക് തുണിയൊന്നും എടുത്തില്ല അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ചായ ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ ബർഗർ പാറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. പാറ്റീസ് നമുക്ക് ചൂടാക്കണം. പിന്നെ ദേ ഇവിടെ ബണ്ണും മേടിച്ചിട്ടുണ്ട്. ചീസ് ബണ്ണാണ് മേടിച്ചേക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ ചീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീസ് മേടിക്കാം. എന്നിട്ട് നമുക്ക് അടിയാം. നമ്മൾ ബർഗർ പാറ്റി ചൂടാക്കി വെച്ചല്ലേടി. ഇന്ന് നമ്മുടെ കട്ട്ലൈറ്റ് ആട്ടോ. ഇന്നലത്തെ കട്ട്ലൈറ്റും പിന്നെ ആ KFC ബാലൻസ് ഉണ്ടായിരുന്നതും കൂടി ഇങ്ങനെ ഇട്ടാൽ ചൂടാക്കുന്ന മൈക്രോവേവ് ഒന്നുമില്ല. അപ്പോൾ അതേ ബർഗർ പാറ്റി ചൂടാക്കി വെച്ചത് ഇവിടെ. പിന്നെ അതേ ബണ്ണ്, ചീസ്, ഇവിടെ ചീസുണ്ട്. ചായ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വാമിക്ക് ഇതേ അവക്കാഡോ മുറിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വാമിയുടെ ഇൻസ്റ്റൻറ്റ് പ്യൂരിറ്റീസ് ഉണ്ട്. അല്ലാതെ അതും പ്യൂരിറ്റീസ് ഉണ്ട്. പിന്നെ വാമിക്ക് ഇതെല്ലാം കഴിക്കാം. വാമി ഇതെല്ലാം കഴിക്കുന്നതാണ്. വാമി അവക്കാഡോ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വാമി ഹലോ, ആർ യു ഹാപ്പി വാമി? അതെ, അവക്കാഡോ ഗേളാണ്. ബർഗർ ഉണ്ടാക്കും കേട്ടോ. ബർഗർ ഉണ്ടാക്കുന്നതെല്ലാം കോമഡിയാണ്. നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയല്ല ശരിക്കും റിയൽ ബർഗർ. നമ്മൾ ഈസി കഴിപ്പായതുകൊണ്ടും ഇവിടെ സ്ഥലമെല്ലാം ലിമിറ്റഡ് ആയതുകൊണ്ടും സാധനങ്ങൾ ലിമിറ്റഡ് ആയതുകൊണ്ടും നമ്മൾ ഈസി ബർഗറാണ് മേക്ക് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ് ക്യാമ്പിങ്ങിൽ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് പറ്റാവുന്നത് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഹാപ്പി ആകണം. അങ്ങനെയാണ് സംഭവം കേട്ടോ. അപ്പോൾ ദേ ഇതിങ്ങനെ ചീസ് വെച്ചു. എന്നിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തു. ഇതാണ് ഞങ്ങളുടെ 2 ബർഗർ കേട്ടോ. തരാം. വാമിക്ക് ചീസാണ് വാമിക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാമിക്ക് ഞാൻ ചീസ് എടുത്ത് കൊടുക്കട്ടെ. ചീസ് മുറിച്ചിട്ട് എന്നാ വാമി എന്നാ ഓക്കെ. വാമിക്കിൻ്റെ ചീസും കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ ചായ ഒന്ന് കുടിച്ചോക്കട്ടെ. നമ്മുടെ ഉണ്ടാക്കിയ ബർഗറും ഒരെണ്ണം എടുത്തു. പാറ്റീസ് മേടിച്ചോണ്ട് വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നല്ല എളുപ്പമാണ്. രാവിലെ തന്നെ ഒരു ചീസൊക്കെ വെച്ച് ഒരു പെണ്ണും ഈസി മേക്കിംഗ് ആണ് ബർഗർ. വേണമെങ്കിൽ അവകാടോ ഒക്കെ കേട്ടോ. ടൊമാറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ടൊമാറ്റോ അരിഞ്ഞ് നടുക്ക് വെക്കാം. മീൻ കട്ട്ലൈറ്റാണ് കഴിക്കുന്നത്. ബർഗറല്ല, നല്ല ക്രിസ്പി. അതിൻ്റെ കട്ട്ലൈറ്റ് അതിനെക്കുറിച്ച് പറയണ്ടല്ലോ. ഇന്നലെ നമ്മൾ പറഞ്ഞാണല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. കഴിച്ചിട്ട് നമുക്ക് നേരെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പയ്യെ വീട്ടിലേക്ക് പോകാം. നമ്മൾ കിടന്ന ബെഡെല്ലാം അവിടെ നിന്ന് മാറ്റി. അവിടെയാണ് കിടന്നത്. അവിടെ നിന്ന് മാറ്റി ഈ ബെഡെല്ലാം ഇവിടെ ഇട്ട് ക്ലീനാക്കി. ഈ ക്യാമ്പിംഗ് ബെഡിലാണ് ബേസായിട്ട് വരിച്ചത്. അതെല്ലാം എടുത്ത് മടക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടിയ പോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ചാരം കിടക്കുന്നുണ്ട്. അത് നമ്മളിപ്പോൾ മാറ്റുന്നില്ല. കാരണം അവർ വന്ന് ക്ലീൻ ചെയ്തോളാമെന്ന് പറഞ്ഞു. അത് മാത്രമേ ഇവിടെ നമ്മൾ മിസ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇതിപ്പോഴും ഓപ്പൺ തന്നെയാണ്. അത് നമുക്ക് ആവശ്യാനുസരണമാണ് അടയ്ക്കുന്നത്. പിന്നെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഫുള്ളാണ്. നമുക്കറിയില്ല എവിടെയാണ് കളയേണ്ടതെന്നുള്ളത്. പക്ഷേ അവരാണ് ഇത് ക്ലീൻ ആക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചു. ഞങ്ങൾ പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബാക്കി ഈ പരിസരമൊക്കെ നിങ്ങൾ നോക്കി നമ്മളൊന്നും മിസ്സാക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ പോകാനായിട്ട് റെഡി ആകുക. അപ്പോൾ ഗൈസ് ഇങ്ങനെ കിടന്നാണ് നമുക്ക് റിലാക്സ് ചെയ്യാമെന്ന് പറഞ്ഞത് കേട്ടോ. എന്ത് രസമല്ലേ. ഒരു ബുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വായിച്ച്, ബുക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് കേട്ടോ പ്രത്യേകിച്ച്. അപ്പോൾ വായിച്ച് ഇങ്ങനെ കിടന്ന് റിലാക്സ് ചെയ്ത് എന്ത് രസമാണ്. നമ്മൾ ഒരു വീക്കെൻഡിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് കപ്പിളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടക്കാം. ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് ഇങ്ങനെ കിടക്കാം.
എന്നിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പ്രകൃതിയെ ആസ്വദിച്ച് വേറെ എന്താ വേണ്ടല്ലേ നമുക്ക് ഈ തിരക്കിൽ നിന്നൊക്കെ സിറ്റി ലൈഫിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുന്നവർക്ക് പ്രകൃതിനെ അതായത് പ്രകൃതിയോട് ഒരുമിച്ച് നമുക്ക് ആസ്വദിക്കണമെങ്കിൽ നോക്കിയാൽ നിങ്ങൾ എന്ത് രസമല്ലേ. നിങ്ങളപ്പോൾ ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് കിട്ടിയ അവസരം ഇങ്ങനത്തെ പ്രകൃതിയോട് ചേർന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ വിചാരിക്കുക. അപ്പം അങ്ങനെ കാര്യങ്ങൾ. അപ്പം ഞങ്ങൾ പയ്യെ നീങ്ങാൻ പോകാട്ടോ ഇവിടെ നിന്ന്. ഞങ്ങൾക്കുള്ള ടൈമായി. ഞങ്ങൾ നല്ല റിലാക്സ് ചെയ്തു. അല്ലടി മീനു, റിലാക്സ് ചെയ്തില്ലേ? കണ്ടോ നല്ലടി വാമിക്കുട്ടി. അപ്പം ഞങ്ങൾ പോവാ. ഹോസ്റ്റ് ചെയ്തേ നമ്മുടെ ഹോസ്റ്റ് അലൈറ്റ് എന്ന പേര്, പുള്ളിക്കാരി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഷീ ഈസ് അലൈറ്റ്, സോ ഷീ വാസ് ഹോസ്റ്റിംഗ് അസ് yesterday. It was a nice experience actually. So what do you want to say? I just want to say to everybody, welcome. This is Otimo Oasis. My name is Alet, and we look forward to hosting you. These are our lovely teepees. It's a different experience, so come and try it out. We look forward to seeing you. Yeah, actually it was very nice experience because we can feel the nature. Yes, Yeah. yes, it's nice and quiet here. You Yeah. actually get in touch with your family and you recharge. അപ്പം അങ്ങനെ കാര്യങ്ങൾ. അപ്പം പുള്ളിക്കാരി നല്ല വെൽക്കമിങ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് അല്ലേ? അപ്പോൾ ഗൈസ് റെഡി അല്ലേ പോവാൻ? നമുക്ക് മിസ് ചെയ്യല്ലേടി സ്റ്റേ? നമുക്ക് ഇനി വരണ്ടേ? എല്ലാവരും ആയിട്ട് വരാം അല്ലേ ഇനി? ഹലോ മാമി, സേ ബൈ ബൈ. ഓക്കെ, അപ്പോൾ ദേ നമ്മൾ പോകുക കേട്ടോ. നമുക്ക് ടെൻറ്റ് നല്ലൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് മിസ് ചെയ്യും, ഡെഫിനറ്റ്ലി മിസ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് പോകുവാണ്. ഇത് നോക്കി ഒന്നും കൂടി നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലങ്ങളെല്ലാം അടിപൊളി സ്റ്റേ ആയിരുന്നു കേട്ടോ. പോകുന്ന വഴിയാണ്, പക്ഷെ വണ്ടി ഇവിടെ നിർത്തി. എന്തിനാണെന്നറിയോ? നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ, നമ്മൾ സ്റ്റേ ചെയ്തത് അവിടെ നിന്നാട്ടോ വന്നത്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കേ നിങ്ങൾ, ഇത് കണ്ടോ? ഈ തോട്ടം കിടക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇതാണ് ഗൈസ് ആപ്പിൾ തോട്ടം, നല്ല റെഡ് ആപ്പിൾ തോട്ടം. അത് ആപ്പിൾ തോട്ടം നമ്മൾ വരുന്ന വഴിക്ക് കണ്ടായിരുന്നു. പക്ഷേ നമുക്കിവിടെ നിർത്തി എടുക്കാൻ പറ്റുമല്ലോ എന്ന് അറിയത്തില്ല. പിന്നെ നമ്മൾ നേരം വൈകിയതുകൊണ്ട് പെട്ടെന്ന് പോകുന്നു. ഇത് കണ്ടാൽ നിങ്ങൾ, ആപ്പിൾ നല്ല കൊല കുത്തിയാണ് നിൽക്കുന്നത്. കൊല കുത്തി റെഡ് ആപ്പിള്. ഇത് കണ്ടോ? നമ്മൾ ആദ്യത്തെ നമ്മുടെ ക്യാമ്പിംഗ് ലൈഫ് തുടങ്ങിയ സമയത്ത് വാൻ ലൈഫായിട്ട് ആ ക്യാമ്പർ വാനിൽ വന്ന സമയത്ത് നമ്മൾ സ്റ്റേ ചെയ്തത് ഗ്രീൻ ആപ്പിൾ തോട്ടത്തിലാണ്. പക്ഷേ ഇത് നോക്കിയാൽ നിങ്ങൾ റെഡ് ആപ്പിൾ. എങ്ങോട്ട് നോക്കിയാലും ആപ്പിൾ മരങ്ങൾ കണ്ണെത്താത്ത ദൂരത്ത് കിടക്കുവാണ്. അപ്പോൾ അലറ്റ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഹാർവെസ്റ്റ് കഴിഞ്ഞ് കിടക്കുന്നതാണെന്ന്. ഹാർവെസ്റ്റ് കഴിഞ്ഞ് കിടക്കുന്ന ആപ്പിളാണിത്. എന്നിട്ടും ഇഷ്ടം പോലെ ആപ്പിളുണ്ട്. നമ്മുടെ ആപ്പിൾ മരം, വീട്ടിൽ നിൽക്കുന്ന ആപ്പിൾ മരം ഇത്ര ആയിട്ടില്ല കേട്ടോ. ഇവിടെ എവിടേക്ക് തിരിഞ്ഞാലും ആപ്പിൾ മരം തന്നെ. അങ്ങും ആപ്പിൾ ഫാമാണ്, പിന്നെ ഇപ്പുറത്തെ സൈഡിലും ആപ്പിൾ ഫാമാണ്. മൊത്തം ആപ്പിൾ ഫാം. റെഡ് ആപ്പിളാണ് ഇവിടെ ഗ്രീൻ ആപ്പിൾ കണ്ടില്ല, മൊത്തം റെഡ് ആപ്പിളാട്ടോ. എന്ത് ഭംഗിയല്ലേ? ഹാർവെസ്റ്റ് കഴിഞ്ഞുകൊണ്ടായിരിക്കും ഇവിടെ ആരും ഇല്ല. ഇത് കുറേ ആപ്പിളുകൾ ഇവിടെ വീണ് ചീഞ്ഞ് പോയിട്ടുണ്ട്. ഇത് നോക്കിക്കേ, എന്ത് ഭംഗിയല്ലേ? അപ്പം സൗത്ത് ആഫ്രിക്കയിൽ എന്തും കിട്ടും. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? എന്തും ഇവിടെ ഉണ്ട്. നമ്മുടെ കയ്യെത്താ ദൂരത്ത്. കേപ്പ് ടൗണിൽ നിന്ന് കുറച്ച് മണിക്കൂറുകൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് എത്താൻ പറ്റും. അപ്പം സീറസിൽ മാത്രമല്ല ആപ്പിള്, ഗ്രേറ്റന സീറസ് ആണെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ഇപ്പം ഈ വന്ന സ്ഥലത്തും ആപ്പിളുണ്ട്. ഈ കാലിഡൻ കഴിഞ്ഞിട്ട് വരുന്ന സ്ഥലത്തും, അതായത് എൽജിൻ വാലിയിലൊക്കെ ഉണ്ടായിരുന്നു ആപ്പിള്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ കുറേ കാണാൻ പറ്റും. ഇവിടെ നിറച്ചിങ്ങനെ ആപ്പിൾ മരം നിൽക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പഴുത്ത് നിൽക്കുന്ന ആപ്പിള് ആയിട്ടുണ്ട്. ഇത് പൊട്ടിച്ചുകൊണ്ട് പോകാത്തത് ഹാർവെസ്റ്റ് കഴിഞ്ഞുകൊണ്ടാണെന്നാണ് പറഞ്ഞത്. അപ്പം ദേ അങ്ങ് കിടക്കുന്നുണ്ട്. ആരുമില്ലാണ്ട് ഇവിടെ നോക്കാനൊന്നും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എടുക്കാം, കാരണം ഇവിടെയൊക്കെ താഴെ നടക്കുന്നുണ്ട്. ഞങ്ങളെന്തായാലും കുറച്ച് എടുത്തിട്ട് പോകുന്നുണ്ട്, അല്ലാതെ കൂടുതൽ എടുത്തിട്ട് പോയിട്ട് എന്ത് കാര്യം? അല്ലടി മീനു, കുറച്ചെടുത്തിട്ട് പോകണ്ടേ? ആപ്പിൾ കണ്ടപ്പോൾ ഒരു മനസ്സിനൊരു സമാധാനമായി അല്ലേ? റെഡ് ആപ്പിൾ അല്ലേ? നമ്മുടെ ആപ്പിൾ മരം, നമ്മുടെ ആപ്പിൾ മരം ഇങ്ങനെയല്ലേ വരാ? നമ്മുടെ ആപ്പിൾ മരം ഇങ്ങനെയല്ലേ വരാ? പക്ഷെ ആയിട്ടില്ല, പക്ഷെ കട ആയിട്ടില്ല. ആയിട്ടില്ല. കുറച്ച് ആപ്പിൾ എടുത്തിട്ട് പോവാല്ലേ? എടുക്കാം. ശരി. അപ്പോൾ ഞാൻ കുറച്ച് ആപ്പിൾ എടുത്തിട്ട് കുറച്ച് ആപ്പിൾ പറിച്ചിട്ട് പോകാം. എന്തായാലും ഇതിവിടെ നിന്നത് താഴെ വീണ് ചീത്തയായി പോവുക. അപ്പോൾ എന്തായാലും കുറച്ച് ആപ്പിൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ആപ്പിൾ കഴിക്കുകയും ചെയ്യാം. ഇതെല്ലാം നല്ല പഴുത്ത് നിൽക്കുന്ന ആപ്പിളാണ്, ഏകദേശം ആയ ആപ്പിളുകളാണ്. അപ്പോൾ ആപ്പിൾ കുറച്ച് കൊണ്ടുപോകാം നമുക്ക്. അപ്പോൾ ഞാൻ പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കണ്ടോ? ഇതിലൊക്കെ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് പൊടിയുണ്ട്, പക്ഷെ അകത്തേക്ക് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് കിട്ടും. ഞങ്ങൾ ഇത്രയും ആപ്പിൾ പൊട്ടിച്ചു കേട്ടോ. ഇനി പൊട്ടിക്കുന്നത് മോശമല്ലേ? ഇവിടെ ആരും ഇല്ലാന്നും കരുതി ഇങ്ങനെ കാണിക്കുന്നത് മോശമല്ലേ ഗൈസ്? അതുകൊണ്ട് ഞങ്ങൾ അധികം പൊട്ടിക്കുന്നില്ല. ഇവിടെ ഇതൊക്കെ ഇനി പോകേണ്ട വഴി, നമ്മൾ വന്നത് ഈ വഴിക്കാണ്, നമ്മൾ പോകുന്നത് ഈ വഴിക്കാട്ടോ. നമ്മൾ വേറെ റോട്ടിലേക്കാണ് ഇറങ്ങാൻ പോകുന്നത്. എന്തോന്ന് ഏരിയ നോക്കിക്കേ നിങ്ങൾ.
ഒരു രക്ഷയില്ല എന്നൊക്കെ പറയത്തില്ല, അത്രയ്ക്ക് കണ്ണിന് നമുക്ക് കുളിർമ തരുന്ന ഒരു ഏരിയ. നമുക്ക് ഇവിടുന്ന് റൈറ്റ് ആട്ടോ പോകേണ്ടത്. കർമാനസ് ഗ്രാവൽ റോഡ് പോകണമെങ്കിൽ ലെഫ്റ്റ് പോവാം. കാലഡൻ സ്റ്റാൻഫോർഡ് നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. കണ്ടോ, അപ്പോൾ നമ്മൾ രണ്ട് സൈഡും നോക്കുക. ഇവിടെ സിഗ്നലൊന്നുമില്ല. അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. വണ്ടിക്കായിട്ട് വണ്ടി റൈറ്റാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാൻ പയ്യെ. നമ്മളെ ഇന്നലെ വന്നത് വേറെ വഴിക്കാട്ടോ. അപ്പം ഇപ്പൊ പോകുമ്പോഴും പക്ഷെ കാഴ്ചയൊക്കെ ഏകദേശം സെയിം തന്നെ. രണ്ട് സൈഡിലും പാടങ്ങളാണ്, കൊയ്ത്ത് കഴിഞ്ഞ് നിൽക്കുന്ന ഡ്രൈ ആയിട്ട് നിൽക്കുന്ന പാടങ്ങള്, നടുക്കൊരു ഗ്രാവൽ റോഡ്. അപ്പം അങ്ങനത്തെ തന്നെ കാഴ്ച. നിങ്ങൾ നോക്കിക്കേ, ഇത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലാണ് ഇവർ കീപ്പ് ചെയ്യുന്നത്. കണ്ടോ, എന്നാൽ എല്ലാവർക്കും എത്തിപ്പെടാവുന്ന രീതിയിൽ തന്നെ. അതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഒരു ലൊക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ ലൊക്കേഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു മിനിറ്റ് വണ്ടി ഒന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പുറകിൽ കൂടെ ഒരു വണ്ടി വരുന്നുണ്ടേ. അപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ദേ ഇവിടെ ലൊക്കേഷൻ എന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോകളിൽ പറഞ്ഞില്ലായിരുന്നു. ഇവിടെയൊക്കെ നിറച്ച് വീടുകളുണ്ട്, ഗ്രാമങ്ങളാണ്. അപ്പം അവിടെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരുടെ വീടുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയതാട്ടോ. അപ്പോൾ നമുക്ക് പോവാം. വണ്ടി ഒന്ന് നിർത്തിയിട്ടാ ഇവിടെ നല്ല കിട്ടില്ല തന്നെ ഒരു ഫോട്ടോഷൂട്ട് നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനു വേണ്ടിയാണ് വണ്ടി നിർത്തിയത്. ഇത് നോക്കിക്കാൻ നിങ്ങൾ നല്ല ചെമ്മരിയാട് ഫാമും ഇവിടെ ഫാമുകൾ. അപ്പോൾ ഓഫ് റോഡ് നമ്മുടെ കഴിഞ്ഞു. ഇവിടുന്ന് ഗ്രാവൽ റോഡ് കഴിഞ്ഞ് നേരെ ടാറിട്ട റോഡ്. ഇവിടെ ടെസ്ലാർസ്ഡാൽ എന്ന് പറഞ്ഞ ലൊക്കേഷനാണ് അങ്ങോട്ട് പോകുന്നത്. ആ മലയടിവാരത്തും ആ മലയുടെ മുകളിലൊക്കെ ആയിട്ട് കാണുന്നത്. നമ്മുടെ വണ്ടി ഒന്ന് നോക്കി, വണ്ടി കഴുകാൻ കൊടുക്കാം കേട്ടോ. ഗ്രാവൽ റോഡിൽ കൂടെ വന്നിട്ടില്ലേ, വണ്ടിയുടെ പോലെ നോക്കി. എന്താല്ലേ. അപ്പൊ നമുക്ക് നേരെ വണ്ടിയിൽ കയറിയിട്ട് പോവാം നമുക്ക്. അപ്പൊ ദേ ഇവിടെ ഒരു ബ്രിഡ്ജ്, നമ്മൾ ഇന്നലെ കണ്ട ബ്രിഡ്ജ് അല്ല കേട്ടോ ഇത് വേറൊരു ബ്രിഡ്ജാണ്. അപ്പൊ ആ ബ്രിഡ്ജ് ഇനി ക്രോസ് ചെയ്ത് നമുക്ക് കയറണം. അപ്പം നോക്കിയേ, ഒരു ചെറിയൊരു ബ്രിഡ്ജ് കേട്ടോ. ഒറ്റ വണ്ടിക്കേ പോകാൻ പറ്റത്തുള്ളൂ. നമ്മളപ്പുറത്ത് വണ്ടി വരുന്നില്ല എന്ന് മേക്ക് ഷുവർ ചെയ്യണം. പക്ഷെ അപ്പുറത്ത് വണ്ടി വരുന്നില്ല, കാരണം ഇതൊരു തിരക്കില്ലാത്ത ഒരു സ്ഥലമാണ്. എന്തോ അപ്പം ഇത് നോക്കിക്ക്, പുഴയല്ല ഇത്, ഒരു ചെറിയൊരു വെള്ളം പോകാനായിട്ടുള്ള ഒരു സെറ്റപ്പ്. ഇപ്പം ഡ്രൈ ആണ്, മഴക്കാലത്തൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വിൻ്റർ ടൈമിലായിരിക്കും. അപ്പോൾ ആ ബ്രിഡ്ജ് നമ്മൾ ക്രോസ് ചെയ്ത് കയറി വീണ്ടും ഗ്രാവൽ റോഡിലെത്തി. അയ്യോ, ഞാൻ വിചാരിച്ചു ഗ്രാവൽ റോഡ് കഴിഞ്ഞു എന്നാണേ. പക്ഷേ അതേ വീണ്ടും ഗ്രാവൽ റോഡിലെത്തി. ആ കുറച്ച് ഏരിയ, ആ പാലത്തിൻ്റെ ആ ഏരിയ മാത്രമാണ് ടാർ ചെയ്ത് സൂക്ഷിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ടാർ ചെയ്യാൻ പറ്റാഞ്ഞിട്ടൊന്നല്ല, അവർ ടാർ ചെയ്യാത്തത് അതിൻ്റെതായ ഫീല് തരാൻ വേണ്ടിയാട്ടോ. ഞാൻ വീണ്ടും വണ്ടി ഇവിടെ നിർത്തി ഇറങ്ങി നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് പറഞ്ഞ വീറ്റ് പാടങ്ങൾ കേട്ടോ. അതേ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ കുറ്റി മാത്രമേ ഉള്ളൂ. അടുത്ത വിളവിടാൻ വേണ്ടി, വിത്തിടാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുവാണ്. ഇപ്പം ഈ വിൻ്റർ സമയത്തായിരിക്കും ചിലപ്പോൾ ഇടുന്നത്. അത് കഴിഞ്ഞ് വിൻ്റർ ഒരു മിഡിലൊക്കെ എത്തുമ്പോഴേക്കും നന്നായിട്ട് വരും. സ്പ്രിങ്ങിൻ്റെ സമയമാകുമ്പോഴേക്കും ഇത് കയറാവുന്ന സെറ്റപ്പ് ആയിരിക്കും. മിക്ക സ്ഥലങ്ങളിലും അവിടെ പച്ചപ്പൊക്കെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ രണ്ട് സൈഡുകളിലും നിങ്ങൾക്ക് കണ്ടോ ഇതേപോലെ വീറ്റ് പാടങ്ങളാണ്. ഇപ്പുറത്തെ സൈഡിലും അതെ. ഇത്രയും വീതിയുണ്ട് ഈ ഗ്രാവൽ റോഡിന്. അപ്പോൾ തെക്കിക്കേ ഇത് കണ്ടോ, അപ്പുറത്തും ഇതേപോലെ തന്നെയാണ്. ആ മലയടിയരത്ത് വേറെ എന്തോ കൃഷിയൊക്കെ ഉണ്ട്, അവിടെ പച്ചപ്പ് കാണുന്നുണ്ട്. അതേപോലെ ഇതും ഈ കണ്ണെത്താ ദൂരത്തേക്ക് എങ്ങനെ കിടക്കുവാണ്. ഞങ്ങൾക്ക് ഇനിയുണ്ട് കുറേ ദൂരം. ഞാൻ ഇപ്പം ഏകദേശം ഇത് 16 കിലോമീറ്ററോളം ഈ ഗ്രാവൽ റോഡിൽ കൂടെ വരുന്നത്. ഇന്നലെ ആണെങ്കിൽ 20 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ ഗ്രാവൽ റോഡ്. ഇന്നിപ്പം എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് കാണിക്കുന്നത്, ഇപ്പം ഏകദേശം ഒരു 15-16 കിലോമീറ്റർ ആയിട്ട്. ഒരു 4 കിലോമീറ്റർ അത് ഗ്രാവൽ റോഡാണോ അത് ടാർ റോഡാണോ അറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് പോയി നോക്കാം അല്ലേ. കാലഡൺ ചെറുപട്ടണം കണ്ടു തുടങ്ങി. അപ്പോൾ അതേ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ കാലഡൺ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ. ഇന്നലെ ഞാൻ കാലഡനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ കാലഡോന്റെ എപ്പിസോഡൊന്നും കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടോട്ടോ. വന്നത് നമ്മൾ R44ഉം N2 യൂസ് ചെയ്തിട്ടാണ് വന്നതെങ്കിൽ നമ്മൾ പോകുന്നത് N1 വഴിയാണ്. ഇപ്പം N1ലേക്ക് കിടന്നിട്ടില്ല, കുറച്ച് ദൂരം N1 കവർ ചെയ്യുന്നുള്ളൂ. എന്നാലും നമ്മൾ N1ൽ ചാടിയിട്ട് പിന്നെ അങ്ങനെ കയറി പോകുന്ന വഴിക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഈ റൂട്ടിൽ നിന്ന് ലെഫ്റ്റ് തിരിവാണ് R45ലേക്ക് കയറുക കേട്ടോ. ഇവിടുന്ന് ഫ്രാൻചൂക്കിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മൾ കയറിയത്. അപ്പോൾ ഫ്രാൻചൂക്ക് നമ്മുടെ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രാൻചൂക്ക് വഴിക്കാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ. ഫ്രാൻചൂക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്താനായിട്ട് 60 കിലോമീറ്റർ. അപ്പം നമുക്ക് ആ വഴിക്ക് പോകാൻ, പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പയ്യെ റെസ്റ്റ് എടുത്ത് പോയി പയ്യെ പോകുന്നുള്ളൂ. നമുക്ക് ധൃതിയൊന്നുമില്ല, സമയമൊന്നും ആയിട്ടില്ല, 12 മണിയായിട്ടുള്ളൂ. നമ്മൾ നേരത്തെ വീട്ടിലെത്തും ഇന്ന്. അപ്പം നാളത്തേക്കുള്ള പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യാനുണ്ട്.
ഡ്യൂട്ടി ഉള്ളതല്ലേ നാളെ. മാമിയും മീനും അതിൻ്റെ അവിടെ കിടന്ന് ഉറങ്ങുവാണ്. രണ്ടുപേർക്ക് ഉറക്കം വന്നു. വണ്ടി കയറി കഴിഞ്ഞാൽ രണ്ടുപേർക്ക് ഉറക്കം വരും. അങ്ങനെ നമ്മൾ കടന്നു വരുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, എൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഡാം കണ്ടോ? അതാണ് തീ വാട്ടർസ്ക്ലൂഫ് ഡാം. തീ വാട്ടർസ്ക്ലൂഫ് ഡാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെസ്റ്റേൺ കേപ്പ് പ്രൊവിൻസിലെ തന്നെ ഓവർബർഗ് ഡിസ്ട്രിക്റ്റിൽ നിലകൊള്ളുന്ന ഒരു ഡാമാണ്. ഇത് വെസ്റ്റേൺ കേപ്പിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഡാം ആട്ടോ. നമ്മളിപ്പോൾ ആ ഡാമാണ് കയറാൻ പോകുന്നത്. നോക്കിക്കേ നിങ്ങൾ, എന്ത് വലിയൊരു ഡാമാണെന്നറിയോ? നല്ല വലിയ ഡാമാണ്. നമ്മൾ നാട്ടിലെ ഡാം വെച്ചിട്ട് വലിയ പൊക്കത്തിൽ കെട്ടി അങ്ങനെയൊന്നല്ല ഇത്. വേറൊരു സെറ്റപ്പാണ്. ഇവിടുത്തെ കൺസ്ട്രക്ഷനൊക്കെ വേറൊരു സെറ്റപ്പിലാണ്. എന്നാലും നമ്മൾ ഡാമിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ടാട്ടോ പോകുന്നത്. അപ്പം ദേ തിരിഞ്ഞു, രണ്ട് സൈഡിലും നിങ്ങൾക്ക് കാണാം വെള്ളം കണ്ടോ. അപ്പം ഇപ്പുറത്തെ സൈഡ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കേ എന്തോരം ഉണ്ടല്ലേ. അപ്പോൾ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഈ ഡാമിൽ തന്നെ. ഇവിടെ നിർത്തിയിട്ടൊക്കെ സൈഡിൽ നല്ല വണ്ടികൾ അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ R45-ലാണുള്ളത്. ഫ്രാൻജൂക്കിലേക്കുള്ള റൂട്ട് കിട്ടും നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക്. അപ്പോൾ ഇവിടെ നല്ലൊരു കാഴ്ച കണ്ടപ്പോൾ നിർത്തിയതാണ്. ഈ ഡാം ഉണ്ടല്ലോ, ഈ ഡാമിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ വെസ്റ്റേൺ കേപ്പ് പ്രൊവിൻസിലെ ഓവർബർഗ് ഡിസ്ട്രിക്റ്റിൽ നിലകൊള്ളുന്ന ഈ ഡാമിൻ്റെ പേര് തീ വാട്ടർസ്ക്ലൂഫ് ഡാം എന്നാട്ടോ. ഇത് കണ്ടോ നിങ്ങൾ, ഏകദേശം 35 മീറ്ററോളം ഇതിന്റെ ഹൈറ്റും 646 മീറ്ററോളം ഇതിന്റെ ലെങ്ത്തും ഉണ്ട്. ഇതിൽ 41% വാട്ടറും നമ്മുടെ കേപ്പ് ടൗണിലേക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ യൂസ് ഡൊമസ്റ്റിക്കും അല്ലെങ്കിൽ സാധനം കാറ്റത്ത് പറഞ്ഞു തന്നതാട്ടോ. ഇതിന്റെ യൂസ് ഉണ്ടല്ലോ, ഈ 41% വാട്ടർ പോകുന്നത് കേപ്പ് ടൗണിലേക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും കേപ്പ് ടൗണിൽ എത്ര ആൾക്കാർക്കാണ് 41%. 41% പോകുന്നത് ഏകദേശം 4 മില്യൺ ആൾക്കാർക്കാണ് ഈ വെള്ളം പോകുന്നത്. ഇതിന്റെ യൂസ് ഡൊമസ്റ്റിക് പർപ്പസും ഉണ്ട്, ഇറിഗേഷൻ പർപ്പസിനും ഈ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഈ ഡാമിലേക്ക് ഒഴുകി വരുന്നത് സോൺറെന്റ് റിവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിവർ ഉണ്ട്. ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലം വില്ലേജ് ടോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ആ റിവർ ഒഴുകി വരുന്നത്. ഇത് നോക്കിക്കാൻ നിങ്ങൾ, ഈ ഡാമിന്റെ ഉള്ളിലില്ലേ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതിപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇത്രയല്ലേ ഉള്ളൂ ഡാം. ഇത് അങ്ങോട്ടേക്കും കിടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇങ്ങോട്ടേക്കും കിടക്കുന്നുണ്ട്. അപ്പം ഈ ഡാമിന് ഒത്തിരി പ്രത്യേകതകൾ ഉണ്ടെന്ന് പറഞ്ഞത്, ഇതിൻ്റെ ഉള്ളിൽ കുറേ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതിനോട് ചുറ്റി തന്നെ നിങ്ങൾക്ക് കാണാം പല കൃഷി സ്ഥലങ്ങളും ഫാമുകളും. ദേ നോക്കിക്കുക, അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല പച്ചപ്പ് കണ്ടില്ലേ. അതോടുകൂടി ഇതിനോട് ചുറ്റിയാണ് നമ്മുടെ കാലഡോൺ ഏരിയയും അത് ഇതൊക്കെ നിൽക്കുന്നത്. വലിയ ദൂരമൊന്നുമില്ല കാലഡോണിൽ നിന്ന് ഇങ്ങോട്ട്. അതിനോട് ക്രോസ് ചെയ്തിട്ട് ഒരു പാലമുണ്ട്, അത് R45 ആണ് ആ ക്രോസ് ചെയ്ത് പോകുന്നത്. അപ്പം ഈ ഡാമിനോട് ചേർന്ന് തന്നെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. വാട്ടർ ആക്ടിവിറ്റീസ്, കനോപ്പി ടൂറ്, ഫിഷിങ്, സ്വിമ്മിങ്, ബോട്ടിങ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്റ്റേ ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് ഈ ഡാമിനോട് ചുറ്റിപ്പറ്റി തന്നെ ഉണ്ട് കേട്ടോ. ഇത് വെസ്റ്റേൺ കേപ്പിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡാം എന്ന് പറയാം നമുക്ക്. ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡാമാണ്. ഇതിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഇതിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ ആ ഷേപ്പ് എർത്ത് ഫില്ലിംഗ് സൈസിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ വായിച്ചപ്പം എനിക്ക് കിട്ടിയ അറിവ് കേട്ടോ. എർത്ത് ഫില്ലിംഗ് ടൈപ്പിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഡാമിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്നറിയോ? 480 മില്യൺ ക്യൂബിക് മീറ്റേഴ്സ് ആണ് ഇതിൻ്റെ കപ്പാസിറ്റി ഇട്ടുള്ളൂ. ചെറിയൊരു ഡാമൊന്നല്ല, ഈ ഡാം നല്ല അത്യാവശ്യം വലിയ ഡാമാണ്. നമ്മൾ 2016-2017 കേപ്പ് ടൗണ് അല്ലെങ്കിൽ വെസ്റ്റേൺ കേപ്പിലെ കേപ്പ് ടൗണിൽ വാട്ടറിന് ഷോർട്ടേജ് വന്നിരുന്നു. അപ്പം ഏകദേശം ഫുള്ള് വാട്ടർ ഇവിടെ നിന്നാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഇവിടെ നിന്ന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഈ ഡാമിൻ്റെ പ്രത്യേകത. അപ്പം ഈ ഡാം നിസ്സാരക്കാരനല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാരക്കാരൻ ഡാമല്ല. ഇത് നമ്മുടെ വെസ്റ്റേൺ കേപ്പിലെ നമ്പർ 1-ൽ നിൽക്കുന്ന ഒരു ഡാമാട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ ഡാം പോലത്തെ ഒരു സെറ്റപ്പിലല്ല കെട്ടിയിട്ട് ഡാം ഒരു സെറ്റപ്പിലല്ല ഇത് കെട്ടിയിരിക്കുന്നത്. ഇത് വേറൊരു രീതിയിലാണ് കെട്ടിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കണ്ടില്ലേ, നല്ല സീനിക്ക് നല്ല പ്ലേസിലാണ്. ഏകദേശം എല്ലാ ഡാമും അങ്ങനെ തന്നെയാണ്, നമ്മുടെ നാട്ടിലായാലും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ തിരിച്ചു പോകുന്ന റൂട്ടിലാണ്. അപ്പം നമുക്ക് ഇനി അധികം ദൂരമില്ല, ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തായാലും പോകാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. 1978 എസ്റ്റാബ്ലിഷ് ചെയ്ത ഈ ഡാം 1980 ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതായത് ബാക്കി കാര്യങ്ങൾക്കെല്ലാം. പിന്നെ അതേ വാമിക്കുട്ടി ഉറക്കത്തിലാണ്. മീനു എഴുന്നേറ്റ് വാമിക്ക് പാല് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം എത്താറായിട്ട് മീനു? ഇനിയിപ്പോൾ 1 മണിക്കൂറിൻ്റെ അടുത്തുള്ളൂ. 1 മണിക്കൂർ. നല്ല ഉറക്കം ഉറങ്ങിയല്ലേ? കണ്ടില്ലല്ലേ? ഡാമാന്ന് കണ്ടില്ല. മീന് വിചാരിച്ച് ഞാൻ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി, എനിക്ക് ക്ഷീണം കൊണ്ട് നിർത്തിയിട്ടതാണ്. ഓടിച്ചു. അപ്പം ഇത് നോക്കിയേ നിങ്ങള്, ഇത് വെയിലുള്ള ക്ലൈമറ്റാ, 25 ഡിഗ്രി ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ വിട്ടേക്കാം.
വീണ്ടും നമ്മൾ വണ്ടി നിർത്തിയത് വേറെ ഒന്നിനല്ല, നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിച്ചേക്കാം. കാരണം അധികം ലോങ് വീഡിയോ ആക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടാകും. നമ്മളൊരു 20 മിനിറ്റ് 25 മിനിറ്റ് അത്രയ്ക്ക് പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇതിപ്പോൾ തന്നെ ഇത്തിരി ലോങ് ആയിട്ടുണ്ടാകും. അപ്പം ആ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് ഇറങ്ങി R45 തന്നെ ഇവിടുന്ന് നേരെ ചെല്ലുന്നത് ഫ്രാൻചൂക്കിലേക്കാണ്. ഫ്രാൻചൂക്കിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എൻ്റെ പഴയ വീഡിയോയിൽ കിടക്കുന്നത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കയറി നോക്കിക്കോ. നമ്മുടെ ക്യാമ്പർ വാൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതിൽ കിടക്കുന്നുണ്ട്, അവസാനത്തെ സ്റ്റോപ്പായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൗണ്ടൻ നിരകളുടെ താഴെ നിന്നിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കൂടെ ഒരു ഗ്രാവൽ റോഡ് പോകുന്നുണ്ട്. നമ്മൾ വണ്ടി ഈ സൈഡിലാണ് നിർത്തിയിട്ടിരിക്കുന്നത്. മീനും വാമി ഉറങ്ങുവാണ്, അതുകൊണ്ടാണ് മീനും അകത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ഗൈസ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം ആഫ്രിക്കൻ മല്ലു ക്യാമ്പർ എക്സ്പ്ലോറിങ് ദ നേച്ചർ കേട്ടോ. വീഡിയോ കണ്ടിട്ടേ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ എനബിൾ ചെയ്തിടുവാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമ്മൾ അതേപോലത്തെ കണ്ടന്റ് കൊണ്ടാണ് വരുന്നത്. ഓക്കെ, അപ്പം മീനു ദേ വണ്ടിയുടെ അകത്തുണ്ട്. മീനിനോട് ചോദിക്കാം നമുക്ക് മീനുവിന് എന്താ പറയാനുള്ളതെന്നുള്ളത്. മീനു, ഉറക്കം കഴിഞ്ഞല്ലേ? മാമിക്കുട്ടി ഉറക്കമാണ്. നിനക്ക് എന്താ പറയാനുള്ളത്? നമ്മൾ സൈൻ ഓഫ് ചെയ്യും കേട്ടോ. എന്താ പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകരോട്? എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്ന് ഉറക്കം പറയ്. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം. അതെ, ഉഷാറോട് കൂടി അല്ലേ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം മറക്കരുത്. ആഫ്രിക്കൻ മല്ലു ക്യാമ്പ്.